നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഓരോരുത്തരും തീർച്ചയായും കേട്ടിരിക്കേണ്ട മനോഹരമായ ഒരു ഗുണപാഠ കഥയിലേക്കും അതിന്റെ അവതരണത്തിലേക്കും എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരുത്തപ്പെടാത്ത തെറ്റും തകർന്ന ജീവിതവും. ഒരിടത്ത് ആദി എന്നു പേരുള്ള മിടുക്കനായ ഒരു ബാലനുണ്ടായിരുന്നു. പഠനത്തിലും കളികളിലും അവൻ സ്കൂളിലെ താരം തന്നെയായിരുന്നു. അധ്യാപകർക്കും വീട്ടുകാർക്കും അവനെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ആദിയുടെ ഉള്ളിൽ ഒരു ചെറിയ സ്വഭാവദോഷം പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. തനിക്കിഷ്ടപ്പെട്ട എന്ത് കണ്ടാലും അത് മറ്റുള്ളവരുടേതാണെങ്കിൽ പോലും ആരോടും ചോദിക്കാതെ കൈവശപ്പെടുത്തുക എന്നത് അവനൊരു രസമായിരുന്നു. ഒരു ദിവസം ആദി സ്കൂളിൽ നിന്നും മനോഹരമായ ഒരു പേനയുമായി വീട്ടിലെത്തി. അത് കണ്ടപ്പോൾ മാതാവ് ചോദിച്ചു, "മകനെ, ഇതെവിടുന്ന് കിട്ടി?" "ഇത് എന്റെ കൂട്ടുകാരൻ എനിക്ക് സമ്മാനം തന്നതാ." ആദി കള്ളം പറഞ്ഞു. സത്യത്തിൽ അത് അവൻ കൂട്ടുകാരന്റെ ബാഗിൽ നിന്ന് ഒളിച്ചെടുത്തതായിരുന്നു. മകൻ കള്ളം പറയുകയാണെന്ന് ആ മാതാവിന് തോന്നിയിരുന്നു. എങ്കിലും സാരമില്ല, ഇതൊരു ചെറിയ പേനയല്ലേ എന്ന് കരുതി അവരുടെ മനസ്സിൽ ചെറിയൊരു അംഗീകാരത്തോടെ അവന് മൗനാനുവാദം നൽകി. മാതാവിന്റെ ആ മൗനത്തെ താൻ ചെയ്ത പ്രവൃത്തിക്കുള്ള അംഗീകാരമായി ആദി തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ തെറ്റായ വഴിത്തിരിവുണ്ടായത്. ദുശീലങ്ങളുടെ വളർച്ച. വർഷങ്ങൾ കടന്നുപോയി. ആദി വളർന്നു വരുന്നതോടൊപ്പം അവന്റെ ഉള്ളിലെ ഈ ദുസ്വഭാവവും അവനോടൊപ്പം വളർന്നു. പണ്ട് അവനിലുണ്ടായിരുന്ന പഠനത്തോടുള്ള മികവും കളികളോടും കലകളോടുമുള്ള ആഭിമുഖ്യം കുറഞ്ഞു വന്നു. സർഗാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം എങ്ങനെ മറ്റുള്ളവരുടെ സാധനങ്ങൾ കൈക്കലാക്കാം എന്ന ചിന്ത അവനെ അടിമയാക്കി. എളുപ്പവഴിയിൽ കാര്യങ്ങൾ നേടാനുള്ള ഈ വാസന അവനെ ഒരു വലിയ കുറ്റവാളിയാക്കി മാറ്റി. വിധി കാത്തുവെച്ച തിരിച്ചടി. ഒടുവിൽ ഒരു ദിവസം ആദി വലിയൊരു കവർച്ചാ കേസിൽ പോലീസിന്റെ പിടിയിലായി. ജയിലഴികൾക്കുള്ളിൽ തന്റെ തെറ്റുകളെ ഓർത്ത് ആദി പൊട്ടിക്കരഞ്ഞു. കാണാൻ വന്ന മാതാവിനെ നോക്കി വിറയ്ക്കുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു, "മാതാവേ, അന്ന് ആ ആദ്യത്തെ പേന ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇത് നിന്റേതല്ലല്ലോ മകനെ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിലക്കാമായിരുന്നില്ലേ? അച്ഛൻ എന്നെ കൊണ്ടത് തിരിച്ചു കൂട്ടുകാരന് കൊടുക്കാൻ പറയാമായിരുന്നില്ലേ? അന്ന് നിങ്ങൾ സ്നേഹം നടിച്ച് മൗനാനുവാദം നൽകിയപ്പോൾ ഞാൻ കരുതിയത് ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമാണെന്നാണ്. പക്ഷേ ഇന്ന് എനിക്ക് സത്യം ബോധ്യമായി. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഈ ഇരുട്ടറയിൽ കിടക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു." അവൻ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു, "ഇനി എന്റെ ജീവിതം മറ്റൊന്നിനും വേണ്ടിയല്ല. ചെയ്ത തെറ്റുകൾക്ക് പകരമായി ഏറ്റവും നല്ല ഒരു മാതൃകാ സ്വഭാവത്തിന് ഉടമയായി ഞാൻ ജീവിക്കും. സത്യസന്ധതയോടെ മാത്രമേ ഇനി ഞാൻ ഒരടി മുന്നോട്ട് വയ്ക്കൂ. ഇതാണ് ഈ ഏകാന്തതയിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഗുണപാഠം." മകന്റെ വാക്കുകൾ കേട്ട് ആ മാതാവ് വിതുമ്പിപ്പോയി. സ്വന്തം മകന്റെ ജീവിതം തകർന്നത് തന്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് അവർ വൈകി തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ കൊണ്ടുവരുന്ന ഓരോ ചെറിയ സാധനവും എവിടെ നിന്ന് കിട്ടി എന്ന് നാം കൃത്യമായി അന്വേഷിക്കണം. അത് മറ്റൊരാളുടേതാണെങ്കിൽ അപ്പോൾ തന്നെ തിരികെ നൽകാൻ അവരെ ശീലിപ്പിക്കണം. നമ്മൾ ഇന്ന് കാണിക്കുന്ന ചെറിയൊരു മൗനാനുവാദം നാളെ അവരുടെ വലിയ തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഇനി എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരോട്, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ചെറിയ തെറ്റായ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. അവ ഇന്ന് തന്നെ അവസാനിപ്പിക്കുക. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. പക്ഷേ അത് തിരുത്തി നല്ലവരായി മാറുന്നതാണ് ഏറ്റവും വലിയ മിടുക്ക്. സത്യാവസ്ഥ തുറന്നു പറയാനും നല്ലവരായി വളരാനും ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും നാളെയുടെ മിടുക്കരായ മക്കളായി മാറട്ടെ. ഇതുവരെ ഈ മനോഹരമായ ഗുണപാഠ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും നന്ദി, നമസ്കാരം, സലാം.